നികേഷ്, ഇതിലിപ്പോ SNDP യോഗവും BJPയുമായി ഒരു ചർച്ച നടത്തിയതിലാണല്ലോ CPIM-ന് ഇത്രയധികം വേവലാതിയുള്ളത്. പക്ഷേ CPIM-ന്റെ അണികൾ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ വിലയിരുത്തിയതാണ്. അരുവിക്കരയില്, നെയ്യാറ്റിൻകരയില്, തിരുവനന്തപുരം ലോക്സഭയില്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 10,000-കണക്കിന് പാർട്ടി അണികൾ അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടിട്ടും അതിന് വോട്ട് ചെയ്യാതെ താമരക്കോട്ടയിരിക്കുന്നു. അപ്പോ കേരളത്തിന്റെ മനസ്സാണ് മാറിയിരിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന കമ്മ്യൂണിസ്റ്റ് അണികളുടെയും മനസ്സ് മാറി. അതുകൊണ്ടാണ് നാസ്തികവാദം വെടിഞ്ഞ് അവര് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്, ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടത്തുന്നത്, അവര് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ എല്ലാം ഇവിടെ നടത്തുന്നത്. നാളെ ഗോവധ നിരോധനവും രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശിലാപൂജയും ഒക്കെ ഒരു മതേതര ഗോവധം നിരോധനം, ഒരു മതേതര രാമക്ഷേത്രം എന്ന് പറഞ്ഞ് ഇവര് നടത്തും. അതിന്റെ കാരണം ഭൗതികവാദത്തിന്റെ അടിത്തറ കേരളത്തിൽ തകർന്നു. ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഒരു മിഥ്യയാണ്, ഒരു ഉട്ടോപ്യൻ സങ്കല്പമാണ്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടെ ഇല്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തന്നെ പൂമൂടൽ നടത്തുന്നു, ശബരിമലയിൽ പുഷ്പാഭിഷേകം നടത്തുന്നു, BS അച്യുതാനന്ദന്റെ മകൻ നടത്തുന്നു, നായനാര് മരിച്ചപ്പോൾ മക്കള് തിരുവല്ലത്ര പിതൃകർമ്മം നടത്തുന്നു. അപ്പൊ കമ്മ്യൂണിസം മരിച്ചു നികേഷ്, അത് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് MP ഗോവിന്ദ മാഷയുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പം ഉള്ളത് ജഡം മാത്രമാണ്. ബംഗാളിനേക്കാൾ വലിയ തകർച്ച അവരെ കാത്തിരിക്കുകയാണ്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ കുറ്റം പറയണ്ട. അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറയുകയാണെങ്കിൽ നികേഷെ, നിങ്ങൾ ആദ്യം ഒരു 10 രൂപ കൊടുത്ത് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു SNDPക്ക്. ഇവിടെ ജയശങ്കർ ഇരിക്കുന്നുണ്ടല്ലോ, മഹാനായ ജനറൽ സെക്രട്ടറി. അയാൾ എഴുതിയ ഒരു കവിതയുണ്ട്, ദുരവസ്ഥ, വായിക്കണം. നിങ്ങൾ എല്ലാവരും ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ മുഖത്ത് നോക്കി 99 പേര് ഒരു വശത്തിരിക്കുമ്പോ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനതിവിടെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്നില്ല, കാരണം എന്റെ ന്യൂനപക്ഷ സഹോദരന്മാര് വെറുതെ അതിൽ സങ്കടപ്പെടണമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇത് സത്യം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസം തകർന്നു കേരളത്തിൽ. ഇനി അതിന്റെ രക്ഷയില്ല, ജഡമാണ്. അത് അളിഞ്ഞ് ചെയ്യാൻ ഇനി ഒരു 5-6 കൊല്ലം. അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും